നെക്സ്റ്റ് എന്താ? ഏതായാലും നിനക്ക് ജോലി കിട്ടിയില്ലേ, ഇനിയും. അതെ, ജോലി കിട്ടിയല്ലോ. അതല്ല ചോദിച്ചത്, നിങ്ങളുടെ മാരേജ് എപ്പോഴാണെന്ന്. മാരേജോ? ഞങ്ങളുടെ മാരേജോ? ആ, നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ലേ? ഞങ്ങൾ തമ്മിൽ ലവ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആരെങ്കിലും പറയുന്ന എന്തിനാ? പഠിക്കുന്ന കാലം മുതല് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലേ? ക്ലാസ്സിലും ക്യാൻറ്റീനിലും ലൈബ്രറിയിലും. ശരിക്കും വേറൊരാളെ പോലും നിങ്ങൾ കൂട്ടാറില്ലായിരുന്നല്ലോ. എന്റെ ക്യാമ്പസിനും നിങ്ങളുടെ അഫയർ അറിയാവുന്നതല്ലേ? ഞങ്ങളുടെ അങ്ങനെ അഫയർ ഒന്നുമല്ല. ശ്രീക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവരുടെ മാരേജ് ഉടനെ നടക്കാൻ പോവാ. We are just friends forever. I'm sorry. It's okay. Sir, order please. One veg fried rice, one veg Manchurian. Okay, ma'am. Yeah. What? Okay. വെജ് ഫ്രൈഡ് റൈസ്. Okay. എന്താ ഇങ്ങനെ? എനിക്ക് ചൂസ് ചെയ്യാൻ അറിയാത്തോണ്ടാ. അതെന്താ? അത് പിന്നെ അത് ഞാൻ പറയാം. ചെറുപ്പം മുതലേ ഇവൾക്ക് എന്ത് വേണമെങ്കിലും അതല്ല അച്ഛനായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. സഡൻലി 6 months ബാക്ക് അച്ഛനൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോഴാ മനസ്സിലായത് ഒരു ചെറിയ കാര്യത്തിന് പോലും അച്ഛനെ എത്ര ഡിപ്പെൻഡ് ചെയ്തിരുന്നു എന്ന്. അതിന്റെ ഈ കൺഫ്യൂഷൻ. ഓ, Madam, drinks. ഇത്രയ്ക്ക് റിസർച്ച് ഒക്കെ എപ്പോഴാണ് നടത്തിയേ? നീ ബുക്ക് ഷോപ്പ് വരെ ഫോളോ ചെയ്തു, ഞാൻ അങ്ങ് ഫാമിലി വരെ പോയി. അമ്മോ. ചന്തു സാറിന് ജോബ് കിട്ടിയതിന് cheers. Oh, thank you friends, thank you so much. Cheers. വന്നതിന് താങ്ക്സ്. ആക്ച്വലി നിന്നോട് ഞാനാ താങ്ക്സ് പറയേണ്ടത്. ഇവിടേക്ക് വന്നതുകൊണ്ട് ശരിക്കും റിലീഫ് ആയതുപോലെ. ഫ്രണ്ട്സ്, ബൈ. ബൈ. എടാ ഫൽഗൂസ്, എന്താടാ ഇത്? ഫ്രണ്ട്ഷിപ്പ് സിമ്പൽ. ഞാനും അത് തന്നെ ചോദിച്ചത്. അവളോട് എന്തിനാന്ന്? ഫ്രണ്ട്സ് ആണെന്ന്. അതിനാ. അവള് നിന്റെ ഫ്രണ്ടാ? നോക്ക്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാ. ഇത് ജസ്റ്റ് നമ്മുടേതാ. ഇത് വേറെ ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്താ നിന്നെ ഞാൻ കൊന്നുകളയും. എന്താ കില്ലർ, അവളുടെ കൈ ടച്ച് ചെയ്തതിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന എന്തിനാ? അല്ലാതെ നീ ഋതുവിനെ ഫ്രണ്ടാക്കാൻ നോക്കുന്നില്ലേ? ഞാൻ അവളെ ലവ് ചെയ്യുന്ന കാര്യം നിനക്കറിയില്ലേ? ഓ, അപ്പൊ എല്ലാവരെയും പോലെ നീയും ഫ്രണ്ട്ഷിപ്പിനെ ലവിന് വേണ്ടി യൂസ് ചെയ്യാൻ പോവാ? അതിലെന്താ തെറ്റ്? ഏത് റിലേഷൻഷിപ്പിനും ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പാ ബേസ്. ഇനിയിപ്പോ ഫ്രണ്ട്സ് ആയി, നാളെ അത് ലവ് ആയി മാറും. ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഉണ്ട്. ഒന്ന് കേറ്. എന്താ ഇത്? ഒരു സർപ്രൈസ് ട്രീറ്റിനുള്ള വകുപ്പാ. ലാസ്റ്റ് ടൈം ബില്ല് കൊടുത്തത് ഞാനാ. നിന്റെ ട്രീറ്റിന് പിന്നെ ഞാൻ പറയുന്ന കേട്ടെ. എനിക്ക് ശോഭന ഡാൻസ് അക്കാദമിയിൽ 1 year കോഴ്സ് ചെയ്യാനുള്ള സെലക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് മന്ത് ചെന്നൈയിൽ പോകും ഞാൻ. നീ ഇതേ കുറിച്ച് ഇതുവരെ പറയാതിരുന്നെന്താ? അതെന്താടാ, ഞാൻ ഇതിനു വേണ്ടി 3 years ആയി ട്രൈ ചെയ്യല്ലേ. അത് നിനക്ക് അറിയാവുന്നല്ലേ? ഏയ് കില്ലർ, എന്റെ ലവ് സ്റ്റാർട്ടായിട്ട് 3 days പോലും ആയിട്ടില്ല. ഇപ്പോഴാണ് ഇത് കുറച്ചൊന്ന് ക്ലോസ് ആവുന്നത്. നീ ഇങ്ങനെ പെട്ടെന്ന് പോയാൽ ഞാൻ ആരോട് ഇത് ഷെയർ ചെയ്യുന്നത്? ഇതെന്റെ ഡ്രീം ആടാ. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ചെന്നൈ പോവും. എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ തന്നെ ചെയ്യുന്നവനാന്ന്. ഇത് സിറോക്സ് ഒറിജിനൽ എന്റെ വീട്ടിലാ.
ഏയ് കില്ലർ കില്ലർ പ്ലീസ് 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 പോലെ പ്ലീസ്. ഇനി ഒരു മാസം ഉണ്ടല്ലോ, ഒന്ന് ആലോചിക്കട്ടെ. പോവില്ല എന്ന് പറ കില്ലർ, പോവില്ല എന്ന് പറ ശരി, പ്ലീസ്. പോകുന്നില്ല. ഇനി നമുക്ക് ലഞ്ചിന് പോയാലോ? ഏയ് കില്ലർ ചുമ്മാതിരി. നിന്റെ സ്വഭാവ ഗുണങ്ങളെ ഇതും കൂടെ അറിയണ്ടേ? ഏയ് കില്ലർ ഇറങ്ങ്. നോ നോ, നീ ഇറങ്ങ. ഇറങ്ങ്. നീ ഓട്ടോ പിടിച്ച് വന്നേക്ക്. മൈ ഗോഡ്, രക്ഷപ്പെട്ടു. അല്ല ചന്തു, അവക്ക് വിഷമാവില്ലേ? Fine, don't worry. ടാക്സി ടാക്സി. എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിരുന്നെങ്കിൽ മെൻസ് വെയറിൽ പോവായിരുന്നല്ലോ. ഇവിടേക്ക് എന്തിനാ വന്നേ? ഡ്രസ് നിനക്കല്ല, എനിക്കാ. സെലക്ട് ചെയ്യാൻ വേണ്ടിയാ വിളിച്ചത്. ഞാൻ സെലക്ട് ചെയ്യില്ല, നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. അമ്മ, ഞാനോ? എന്നെ കുറിച്ച് അറിയാലോ, ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോവും. ഇന്നിപ്പോ ഞാൻ സെലക്ട് ചെയ്യും, നാളെ നിന്റെ അമ്മ സെലക്ട് ചെയ്യും. കൊള്ളാൻ കൊള്ളില്ല എന്നൊക്കെ നിന്റെ ഒപ്പീനിയൻ. നന്നായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഫീലിംഗ്. ലേൺ ടു ലവ് യുവർ സെൽഫ് ഋതു. ഓക്കെ, വാ. ഇനി അധികം ആലോചിക്കാതെ ഇവിടെയുള്ള ഡ്രസ്സ് നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഓക്കെ? Ready for magic? Oh, abracadabra. Shazam! നീ മൊത്തം സെലക്ട് ചെയ്ത് 20, അതിൽ 10 പിങ്ക്. സോ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ നിന്റെ ഫേവറേറ്റ് കളർ പിങ്ക്. പിങ്ക്. ഈ 10 3 ഫ്ലാഷും 7 സിമ്പിളുമാണ്. സോ യു ആർ എ സിമ്പിൾ മൈൻഡഡ് ഗേൾ. സോ ഋതു വർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആൻഡ് ഷീ ഈസ് എ സിമ്പിൾ ഗേൾ. മാജിക്. ടോട്ടൽ എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ ട്രൈ ചെയ്ത ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഷോപ്പ് ഇപ്പോഴെങ്ങും അവർ പൂട്ടില്ല. ട്രൈ ചെയ്യേ. ഇത് 3 കംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ട്. 1 2 3. സിമ്പിൾ. നിന്റെ ഡ്രസ് നീ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. അമ്മോ, നിന്റെ ഒപ്പം നടന്ന ആളെ മാറിപ്പോവല്ലോ. മാറിപ്പോവും നിന്നെ പോലെ. വരുന്ന ബുധനാഴ്ചയോ? അത് മതി. ഓക്കെ. 1 വീക്കിലെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ടൈം മതിയാകും ഏട്ടാ. മുഹൂർത്തം നന്നായിരിക്കുക എന്നുള്ളതാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് ഓർത്തുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ശ്രീ, ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയ ക്യാമ്പ് സൈറ്റ് ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്ത് ഹൈറ്റ് ആണെന്നറിയോ അതിന്? ആൻഡ് സോ ലവ്ലി. വാട്ടർഫോൾസ് ആണെങ്കിൽ കണ്ടാൽ സൂപ്പർ ആണ് ബോസ്. ഏയ്, എന്റെ സെലക്ഷൻ അല്ലേ? ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് ടൈം എന്റെ വുഡ് ബീം ഫ്രണ്ട് മീറ്റ് ചെയ്തല്ലോ. ശ്രീ, ബോട്ട് സം ഗിഫ്റ്റ്സ്. ആൻഡ് ഓൾസോ ഐഫോൺ കില്ലർ. നിനക്കത് ഇഷ്ടപ്പെട്ടോ? ഓസം. എന്നാൽ ആ ഫോൺ നീ എടുത്തോ, എനിക്ക് ചെയ്യുന്നുണ്ടല്ലോ. യെസ്. ശ്രീ, എനിക്കറിയാം നിങ്ങൾ എത്ര തിക് ഫ്രണ്ട്സ് ആണെന്ന്, ബട്ട് അത് രണ്ടും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നേ. ഐ ബോട്ട് ദം ഫോർ യു. ഈ ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് നിനക്കിരിക്കട്ടെ. ഉദയ്, ഐ ജസ്റ്റ് കം. Yeah. അങ്കിൾ, വരുന്ന ബുധനാഴ്ച ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമില്ല. ഒന്ന് ഡാഡിയോട് സംസാരിച്ചിട്ട് കൺഫേം ശരി ചെയ്യും. മോനെ. നിനക്കെന്താ ഫീൽ ആയടാ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ കുറച്ച് ഓപ്പൺ പേഴ്സൺ ആന്ന്. ഏയ് കില്ലർ, എനിക്ക് എന്ത് ഫീലിംഗ് ആടി? സത്യം പറ, ആളെ ഇഷ്ടമായോ? സത്യം പറയുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. നീ കറക്റ്റ് പാർട്ടി തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നേ. നീ അവനെ എത്ര ലവ് ചെയ്യുന്നോ അത്ര പോസിറ്റീവായി എനിക്ക് ഫീൽ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ലവിന് നീ എത്ര മാർക്ക് ഇടും? 10 out of 10. വേണല്ല ആ ഫോൺ നീ തന്നെ ഉപയോഗിച്ചോന്നേ. നിന്റെ മജന് തന്ന ഫോണോ? വേണ്ട മോളല്ല. കേട്ടോ ഉദയ്, ഇവന് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലവിന് 10 out of 10 തന്നു. നൈസ്. ഉദയ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്ക് തരും?
ഏയ് ദിസ് ഇസ് നോട്ട് ഫെയർ. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് മാർക്കിടണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ടൈം വേണം. ഓ ടേക്ക് യുവർ ഓൺ ടൈം. ആ ക്യാഷ് എന്തിനാ നിനക്ക്? ചന്തുവിന് ഇഷ്ടപ്പെട്ട ഗിറ്റാർ വാങ്ങി ഗിഫ്റ്റ് കൊടുക്കാനാ. അല്ല, ഷോപ്പിംഗ് എന്ന് പറഞ്ഞു പോയിട്ട് ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. ദാ വന്നല്ലോ. ഹലോ ആന്റി. ചന്തു, ആ ഓട്ടോയ്ക്ക് വെറുതെ കാശ് കൊടുക്കാതെ നിനക്ക് ഈ വണ്ടി പോയിക്കൂടായിരുന്നോ? വണ്ടി വാങ്ങിയത് അച്ഛന് വേണ്ടിയാ, എനിക്ക് വേണ്ടിയല്ല ആന്റി. അച്ഛൻ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേടാ. വേണമെങ്കിലും വേണ്ടെങ്കിലും അത് അച്ഛൻ്റെയാ. അവന്റെ ഒരു വാശി കണ്ടില്ലേ? ഇവളെ പോലെയൊന്നും അല്ല. ഇവന്റെ സ്വഭാവം എപ്പ മാറുമോ എന്തോ. ആ, ഉദയൻ എന്ന് പറയുന്ന ഇയാളാ? അതെ. ഞങ്ങളുടെ ടീച്ചറെ കല്യാണം കഴിക്കുന്നത് ഇയാളാ? അതേലോ. എന്താ? നല്ലോണം നോക്കുവോ? ഓ, മോക്ക് ടീച്ചറെ അത്രക്ക് ഇഷ്ടമാ? ഇയാള് നല്ലോണം നോക്കിയില്ലെങ്കിൽ പിന്നെയും വന്ന് ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ച് കൊന്നുകളയും. ആന്റി, അതേന്നെ. ഋതു ചന്തുവിന്റെ ഫ്രണ്ടാ. നമസ്കാരം ആന്റി. നമസ്തേ. എന്ത് സുന്ദരിയാ മോള്. ഒറ്റയ്ക്കാണോ വന്നത്? ഓക്കെ ആന്റി, ആ. ശരി ഇപ്പൊ വരാം. അതെ, ആ പെൺകുട്ടിയൊന്ന് നോക്കിയേ. ചന്തുന്റെ ഫ്രണ്ടാ. അന്നൊന്നും ഇവര് വേറെ ആരെയും കൂട്ടുമായിരുന്നില്ല. റെക്കമെൻഡേഷൻ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ടാലന്റ് ഉണ്ടെങ്കിൽ. അതെ അതെ. Yeah. ശ്രീമംഗലം വീട്ടിലെ പരേതനായ ശ്രീനിവാസൻ നായരുടെയും ശ്രീമതി വിജയലക്ഷ്മിയുടെയും ഏകമകള് മകനക്ഷത്രക്കാരിയായ ശ്രീലക്ഷ്മിയും പുത്തൻപുരയ്ക്കൽ വീട്ടിലെ ശ്രീ രാധാകൃഷ്ണമേനന്റെയും ശ്രീമതി ശാന്തമ്മയുടെയും ഏകമകൻ ഉത്രം നക്ഷത്രക്കാരൻ ഉദയകുമാർ തമ്മിലുള്ള വിവാഹ നിശ്ചയ പത്രിക. ഇനി പത്രിക കൈമാറിക്കൊള്ളുക. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ജനഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ഐ മിസ് യു ടു ബേബി. ഐ വിൽ കോൾ യു. ഏയ്, പെൺകുട്ടികളുടെ റൂമിൽ കയറി വരുമ്പോ ഡോർ നോക്ക് ചെയ്യണമെന്നുള്ള കോമൺ സെൻസ് ഇല്ലേ? പെൺകുട്ടിയോ? ഈ റൂമിൽ പെൺകുട്ടിയില്ലല്ലോ. നീ എന്റെ കയ്യിന്ന് വാങ്ങും. ഓ മൈ ഗോഡ്. ലൈറ്റർ എടുക്കടാ. നീ എപ്പോഴാണ് സിഗരറ്റ് വലി തുടങ്ങിയത്? മര്യാദക്ക് ലൈറ്റർ എടുക്കാൻ. എന്നെ പോലത്തെ ഗുഡ് ബോയ്സിന് അത്തരം ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവില്ല. അതെ, നിന്റെ കച്ചേരി എന്റെ അടുത്ത് വേണ്ട, ഋതുവിന്റെ അടുത്ത് മതി. ഋതുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലി നിർത്തി. അതെയോ, കേമായി. നീ ഷാരൂഖ് ഖാൻ, അവള് കജോള്. നിങ്ങളുടെ ലവ് സ്റ്റോറി ഖുഷി. ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞതാ സ്മോക്കിംഗ് നിർത്താൻ. ഇപ്പൊ ഋതു പറഞ്ഞപ്പോ അവൻ നിർത്തിന്ന്. ഏയ് കില്ലർ, ചിലതൊക്കെ ലവേഴ്സിന് വേണ്ടി അവോയ്ഡ് ചെയ്യുന്നതാ കിക്ക്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആ ബസ് സ്റ്റോപ്പില് ചെന്നൈയിൽ പോണ്ടാന്ന് പറഞ്ഞ് നിന്നോട് ഞാൻ കെഞ്ചിയില്ലേ? ഉദയ് വന്നോണ്ടല്ലേ നീ പോവാതിരുന്നേ? അവൻ വന്നോണ്ട് തന്നെ ഞാൻ പോവാതിരുന്നേ. നിനക്ക് എന്താടാ പ്രോബ്ലം? പോടാ. പോവുക. നാളെ എനിക്കും കൊച്ചിയിലേക്ക് പോകേണ്ടതാ. എന്തിനാടാ? ഇത് ഗുഡ് ക്വസ്റ്റ്യൻ. അവിടെ എയർടെൽ കമ്പനി മ്യൂസിക് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാം. ഞങ്ങളുടെ ബോസാ പറഞ്ഞത് ഒരു ബാൻഡ് ഗ്രൂപ്പിൽ ലീഡ് ഗിറ്റാറിസ്റ്റിനെ വേണമെന്ന്. അവിടെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് അങ്ങ് സെറ്റിൽ ആവും. എടാ ഞാനും കൂടി വരട്ടേടാ. നീയോ? എന്തിന്? അങ്കിളിന് വാക്ക് കൊടുത്തതാ, നിന്റെ ലൈഫ് സെറ്റിൽ ആകുന്നത് വരെ നിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന്. ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നീ കൂടെ വന്നാ നിന്റെ ഉദയ് എന്താ വിചാരിക്കുക? അവനെയും കൂടെ ഞാൻ കൊണ്ടുവരും. വന്നില്ലെങ്കിലോടി? ഞാൻ വിളിച്ചാൽ അവൻ തീർച്ചയായിട്ടും വരും. എങ്കിലും ഓക്കെ. എടാ ഫൽഗൂസ്, നിന്റെ കജോളിനെയും കൂടി കൊണ്ടുവാ. വിൽ ഫ്ലൈ. I'll try.